ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായം സാഖ്യ യോഗ. സാഖ്യയോഗയിലെ 61 ശ്ലോകങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ 2 ശ്ലോകങ്ങളാണ് പഠിക്കുന്നത്, 62ഉം 63. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. 62-ാമത്തെ ശ്ലോകം. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷുപചായതേ സംഗാത് സംജാതയതേ കാമഃ കാമാത് ക്രോധോ അഭിജായതേ. ശ്ലോകം 63. ക്രോധാത് ഭവതി സമേമാഹ സമേമാഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഇന്നിവിടെ 2 ശ്ലോകങ്ങൾ കൂടി ഒന്നിച്ചു പറഞ്ഞത് ഈ 2 ശ്ലോകങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം, എന്താണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് എന്ന്. ഇവിടെ ധ്യായതോ, എന്താണ് ധ്യായതോ? ചിന്തിക്കുക. വിഷയാൻ, വിഷയങ്ങൾ. പുംസ, ആ മനുഷ്യൻ. സംകഹ, അർത്ഥം മമത. തേഷു, അവയെ തന്നെ. ഉപജായതേ, ശ്രദ്ധ വരുക. സംഗാത്, അർത്ഥം അറ്റാച്ച്മെൻ്റ് എന്നാണ്, മമതാബന്ധങ്ങൾ. സംജായതേ, ജനിക്കുന്നു. കാമഹ, ആഗ്രഹം. കാമാത്, ആഗ്രഹത്തിൽ നിന്ന്. ക്രോധോ, അർത്ഥം വിദ്വേഷം. അഭിജായതേ, അർത്ഥം എന്താണ്? ഉളവാക്കുന്നു. അപ്പോൾ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ്? വിഷയങ്ങളെ ധ്യാനിക്കുന്ന പുരുഷന് അവയിൽ സംഘം, അതായത് മമത ജനിക്കുന്നു. സംഘത്താൽ, അതായത് മമതയാൽ കാമം ജനിക്കുന്നു. കാമത്തിൽ നിന്ന് ക്രോധം ഉണ്ടാകുന്നു. ഇനി നമുക്ക് 63-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കൂടി നോക്കിയിട്ട് എല്ലാം കൂടി ഒന്നിച്ച് വിശദീകരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും. വളരെ പ്രധാനപ്പെട്ട 2 ശ്ലോകങ്ങളാണ്. ശ്രദ്ധിച്ചു കേൾക്കണം, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ക്രോധാത്, അർത്ഥം ക്രോധത്തിൽ നിന്ന്. ഭവതി, സംഭവിക്കുന്നു. സമേമാഹ, അർത്ഥം വ്യാമോഹം. സമ്മോഹാത്, വ്യാമോഹത്തിൽ നിന്ന്. സ്മൃതി വിഭ്രമഃ, ഓർമ്മനാശം. ബുദ്ധിനാശോ, ബുദ്ധിനാശം. ബുദ്ധിനാശാത്, അതായത് വിവേകനാശം എന്നാണ്, അതായത് ലോസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, അതാണ് അർത്ഥം. പ്രണശ്യതി, അർത്ഥം നശിക്കുന്നു. ശ്ലോകാർത്ഥം: ക്രോധത്തിൽ നിന്ന് സ്മൃതിനാശവും, അതായത് ഓർമ്മനാശവും, അതിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ബുദ്ധിനാശത്തിൽ നിന്ന് മനുഷ്യൻ തന്നെ നശിച്ചു പോകുന്നു. ഇതാണ് ഈ 2 ശ്ലോകങ്ങളുടെയും അർത്ഥം. ഇനി നമുക്ക് ഒന്ന് വിശദീകരിച്ച് നോക്കാം. ഇവിടെ ശ്രീകൃഷ്ണ പരമാത്മാവ് 62-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത്? ധ്യാനതോ വിഷയാൻ പുംസ, എന്താണ്? വിഷയങ്ങളെ ധ്യാനിക്കുന്ന പുരുഷന് സംഗസ്തേഷുപജായതേ, അവയിൽ മമത, ആഗ്രഹം ജനിക്കുന്നു. പിന്നെന്താണ് പറഞ്ഞത്? സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോ അഭിജായതേ. ആ സംഘത്താൽ, ആ മമതയാൽ കാമം ജനിക്കുന്നു. കാമത്തിൽ നിന്ന് പിന്നീട് ക്രോധവും ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കൊരു ഉദാഹരണം പറയാം. നമ്മൾ
നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊച്ചുകുട്ടികളാണ്, നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ പറയുന്നുണ്ട്, ഐസ്ക്രീം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അച്ഛൻ, വേഗം നാമം ജപിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഐസ്ക്രീം തിന്നാൻ തരാം എന്ന് അമ്മ ഈ കുട്ടിയോട് പറയുന്നു. അപ്പോൾ കുട്ടി എന്താ ചെയ്യുന്നത്? നാമം ജപിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അരമണിക്കൂർ നാമം ജപിക്കണം, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം മുഴുവനും ജപിക്കണം. അതാണ് നിർദ്ദേശം. അത് കഴിഞ്ഞാലേ ഐസ്ക്രീം കിട്ടുകയുള്ളൂ. അപ്പോൾ കുട്ടിക്ക് ആ ഐസ്ക്രീമിനോട് വല്ലാത്ത ഒരു ആഗ്രഹം തോന്നുകയാണ്, ഒരു മമത തോന്നുകയാണ്. അപ്പം നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ എന്താണ്? ഈ ഐസ്ക്രീമാണ് ചിന്ത, അല്ലാതെ ലളിതാ ത്രിപുര സുന്ദരിയുടെ നാമങ്ങളോ ഭഗവതിയുടെ മുഖമോ പാദങ്ങളോ ഒന്നുമല്ല കുഞ്ഞിൻ്റെ മനസ്സിലുള്ളത്. കുഞ്ഞിൻ്റെ മനസ്സിൽ എന്തിനോടാണ് ആഗ്രഹം? ഐസ്ക്രീമിനോടാണ് ആഗ്രഹം. നാമം ജപിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് തീരുന്നുണ്ടോ, നാമജപം തീരുന്നുണ്ടോ, സമയം ആകുന്നുണ്ടോ, ഇതൊക്കെ നോക്കുന്നുണ്ട്. മനസ്സിൽ ഐസ്ക്രീമിനോടാണ് അമിതമായ മമതയുള്ളത്. അങ്ങനെ ഐസ്ക്രീം കഴിക്കാനായിട്ട് ഈ കുട്ടി വേഗം തന്നെ നാമജപവുമെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ ഐസ്ക്രീം ഇളയ കുട്ടി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കുട്ടി വരുമ്പം കാണുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. തീർച്ചയായിട്ടും അവിടെ ക്രോധമുണ്ടാകും, അല്ലേ? അപ്പം ആ ആഗ്രഹം, വിഷയസുഖങ്ങളോടുള്ള ആഗ്രഹം, ആ ആഗ്രഹം വർദ്ധിക്കുമ്പോൾ ആ ആഗ്രഹങ്ങളെയാണ് ആ മനുഷ്യൻ എന്തു ചെയ്യുന്നത്? നിരന്തരം മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. അവസാനം അത് കിട്ടാതെ വരുമ്പോൾ ഏത് സാഹചര്യമാണോ അതെനിക്ക് കിട്ടാതെയാക്കിയത്, ആ സാഹചര്യത്തിനോടും ആ മനുഷ്യരോടുമൊക്കെ അതിഭയങ്കരമായ ക്രോധവും ദേഷ്യവും അയാൾക്കുണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. വിഷയസുഖങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അതായത് ലൗകികപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ, മനുഷ്യൻ്റെ കൊതി, അതല്ലെങ്കിൽ നല്ല വീട് വേണം, അതല്ലെങ്കിൽ നല്ല ജോലി വേണം, നല്ല ആഹാരം വേണം, ഇന്ന കല്യാണം കഴിക്കണം, ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങളെ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് അതിനോട് പ്രേമം തോന്നുകയും അതിനെ കൂടുതൽ ഉപാസിക്കുകയും അവസാനം അത് ലഭിക്കാതെ വരുമ്പോൾ ഏത് സാഹചര്യമാണോ ആരാണോ അതിനെ നമുക്ക് കിട്ടാതെ ആക്കി തീർത്തത് അതിനോട് ക്രോധം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് 62-ാമത്തെ ശ്ലോകത്തിലൂടെ സർവേശ്വരൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് 63-ാമത്തെ ശ്ലോകത്തിൽ ഈശ്വരൻ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. 63-ാമത്തെ ശ്ലോകം എന്താണ് പറഞ്ഞത്? ക്രോധാത് ഭവതി സമേമാഹ, സമേമാഹാത് സ്മൃതി വിഭ്രമഃ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. എന്താണ് അർത്ഥം? ക്രോധത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? സ്മൃതിനാശമുണ്ടാകുന്നു. അതിൽ നിന്ന് ബുദ്ധിനാശമുണ്ടാകുന്നു. ബുദ്ധിനാശത്തിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? ഒരു മനുഷ്യനു തന്നെ നാശം ഉണ്ടാകുന്നു. ഇങ്ങനെ വിഷയസുഖങ്ങളിലെ ആസക്തി മൂലം അത് ലഭിക്കാതെ വരുമ്പോൾ അവൻ എന്തുണ്ടാകുന്നു എന്നാണ് പറഞ്ഞത്? ക്രോധമുണ്ടാകുന്നു എന്ന് പറഞ്ഞു. ആ ക്രോധം കാരണം നമുക്ക് എന്തുണ്ടാകുന്നു? ബുദ്ധി വരെ നശിച്ചു പോകുന്നു. അതായത് താൻ ആരാണ്, തൻ്റെ മുമ്പിലിരിക്കുന്നത് ആരാണ് എന്നുപോലും ചിന്തയില്ലാത്ത അവസ്ഥ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവൻ്റെ ആ ഒരു വിവേകബുദ്ധി പോലും നശിക്കുകയും അത് അവൻ്റെ പതനത്തിന് കാരണമാവുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അമിതമായ ദേഷ്യം കൊണ്ട് ചിലപ്പോൾ മാതാപിതാക്കളെ ആയിക്കോട്ടെ കൂടപ്പിറപ്പുങ്ങളെ ആയിക്കോട്ടെയൊക്കെ കൊന്നുകളയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു നിമിഷത്തെ ആ ഒരു ദേഷ്യത്തിൽ നിന്ന് നമുക്ക് സംഭവിച്ചു പോകുന്നതാണ്. എന്തിനാണ് ആ ദേഷ്യം വരുന്നത്? നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമുക്ക് കിട്ടാതെ വരുമ്പോൾ, അത് നമുക്ക് കിട്ടാത്തതിൻ്റെ കാരണം അവരാണ് എന്ന് ചിന്തിക്കുമ്പോൾ, തുടർന്ന് താൻ ആരാണ്, തൻ്റെ മുമ്പിലിരിക്കുന്ന ഇവരൊക്കെ ആരാണ് എന്നൊന്നും ചിന്തിക്കാതെ
വീണ്ടും വിചാരമില്ലാതെ വിവേകം നശിച്ച് ഒരു ഭ്രാന്തനെ പോലെ അവൻ പെരുമാറുന്നു. അങ്ങനെയുള്ള അവൻ്റെ പെരുമാറ്റം അവൻ്റെ നാശത്തിനു തന്നെ കാരണമാകും. നമ്മളെ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യും അല്ലേ, ദേഷ്യം വന്നിട്ട്, ഭയങ്കരമായ ദേഷ്യം വന്നിട്ട് ചിലപ്പോൾ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയും. ചില ദുഷ്പ്രവർത്തികളൊക്കെ ചെയ്തു പോകും, പിടിച്ചു തള്ളും, ചിലപ്പം ഒരു അടി കൊടുക്കും, ചിലപ്പം കുന്നുകളയും, അങ്ങനെയൊക്കെ ചെയ്തു പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ തന്നെ നശിപ്പിക്കും. കുറച്ചു കഴിഞ്ഞ് ആ ദേഷ്യമൊക്കെ മാറി ബോധം വീണ്ടും കിട്ടുമ്പോഴായിരിക്കും താൻ ചെയ്തു പോയ അതിക്രമങ്ങളെ പറ്റി ഓർക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്നും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാകും. അത് അവൻ്റെ നാശത്തിന് തന്നെ കാരണമാകും എന്നാണ് ഇവിടെ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ പതനത്തിന് എന്തൊക്കെ കാരണങ്ങളാകാം എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ പതനത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ? ആദ്യം തന്നെ വിഷയധ്യാനം, അതായത് ഏതെങ്കിലും ഒരു ലൗകിക വിഷയങ്ങളോടുള്ള അമിതമായ ധ്യാനം, ആഗ്രഹം, അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? സംഘം എന്ന് വെച്ചാൽ എന്താണ്? മമത, അതിനോടുള്ള അമിതമായ സ്നേഹം. കാമം, ക്രോധം, അതുപോലെ സമ്മോഹം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? വ്യാമോഹം. സമ്മോഹം എന്ന് വെച്ചാൽ വ്യാമോഹം. സ്മൃതി നാശം, അതായത് ഓർമ്മ നഷ്ടപ്പെട്ടു പോവുക, ഓർമ്മനാശം. അതുപോലെ ബുദ്ധിനാശം, ബുദ്ധിയും കൂടെ നശിച്ചു കഴിയുമ്പോൾ അവൻ സ്വയം നശിക്കുന്നു. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ നാശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്. ഒരുപാട് കൊലപാതകങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ എന്താണ്? എനിക്കത് കിട്ടിയില്ല, എന്നെ സ്നേഹിച്ചില്ല, എനിക്കത് കിട്ടിയില്ല, മിണ്ടിയില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങളോടുള്ള, ആ വിഷയസുഖങ്ങളോടുള്ള അമിതമായ ആഗ്രഹം, ആ ആഗ്രഹം കൊണ്ടുണ്ടാകുന്ന മമത, പിന്നെ വ്യാമോഹം, അത് കിട്ടാഞ്ഞപ്പോൾ ഉണ്ടായ ക്രോധം, അതുമൂലം ബുദ്ധി നശിക്കുന്നു, വിവേകമില്ലാതാകുന്നു. അത് ഒരു മനുഷ്യൻ്റെ നാശത്തിന് കാരണമാകുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ബുദ്ധിനാശത്തിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം, അതിനെന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ നമ്മൾ പഠിക്കുന്നത്. ആ ശ്ലോകങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുക. നമുക്ക് പഠിക്കാം, ഒന്നിച്ചു പഠിക്കാം. നമ്മുടെ ജീവിതം സുഗന്ധമുള്ളതാക്കി തീർക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ ഈ 2 ശ്ലോകങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, സർവേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് മനസ്സിലായോ? അക്കാര്യം കൂടി പറയുക. ഹരേ കൃഷ്ണ.